പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതോടെ KSRTCയുടെ നെഞ്ചിടിപ്പേറുകയാണ്. UDF മന്ത്രിസഭ പ്രഖ്യാപിച്ച സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ ഉണ്ടാകുന്ന കോടികളുടെ വരുമാന നഷ്ടം എങ്ങനെ നികത്തുമെന്നതിൽ സർക്കാർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. പദ്ധതി നടപ്പിലായാൽ പെൻഷൻ വിതരണം അടക്കമുള്ള സംവിധാനത്തെ സാരമായി ബാധിക്കുമെന്നിരിക്കെ KSRTC അധികൃതരും മൗനത്തിലാണ്. ടീം UDF അധികാരമേറ്റയുടൻ നടപ്പിലാക്കാനായി സമയം കുറിച്ച പദ്ധതികളിലൊന്നാണ് സ്ത്രീകളുടെ സൗജന്യ യാത്ര. മന്ത്രിസഭയ്ക്ക് പിന്നാലെ മോടി കൂട്ടി മുഖ്യമന്ത്രി സതീശൻ പ്രഖ്യാപിച്ച സൗജന്യ യാത്ര ഇനി ഏത് രീതിയിലാകും സംസ്ഥാനത്ത് നടപ്പിലാക്കുകയെന്ന് തലപുകഞ്ഞ ആലോചനയിലാണ് KSRTC. ശമ്പളം, പെൻഷൻ വിതരണം എന്നിവയ്ക്ക് സർക്കാരിനെ ഘട്ടം ഘട്ടമായി ആശ്രയിച്ചു വന്ന ശീലമായിരുന്നു KSRTCയുടേത്. സൗജന്യ യാത്രാ പദ്ധതി കൂടിയാകുമ്പോൾ വരുമാന കണക്കുകളിൽ നല്ലൊരു ഇടിവാകും ഇനി പ്രകടമാക്കുക. സൗജന്യ യാത്രാ പദ്ധതിയിലെ വരുമാന ഇടിവിനെ മറികടക്കാൻ നിലവിൽ ബദൽ മാർഗങ്ങളൊന്നും തന്നെ സർക്കാർ കണ്ടുവച്ചിട്ടുമില്ല. KSRTC അധികൃതരാകട്ടെ ഭാവിയിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന മാർഗങ്ങളൊന്നും സർക്കാരിന് മുൻപാകെ നൽകിയിട്ടുമില്ല. ശരാശരി 19 മുതൽ 20 ലക്ഷം വരെ സ്ത്രീ യാത്രികരിൽ നിന്നായി 6 കോടി രൂപയാണ് വരുമാന ഇനത്തിൽ KSRTCക്ക് പിരിഞ്ഞു കിട്ടുന്നത്. പ്രതിപക്ഷത്തെ ശരാശരി കണക്ക് കൂടി നോക്കുമ്പോൾ നഷ്ടം 150 കോടി രൂപയ്ക്ക് മുകളിലാണ് ബാധ്യതയായി വന്നു ചേരുന്നത്. ജൂൺ 15-ന് സൗജന്യ യാത്ര ആരംഭിക്കുന്നതിന് മുൻപേ പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന കാര്യം KSRTC മുന്നോട്ട് വച്ചേക്കും. ഹ്രസ്വ ദീർഘദൂര സർവീസുകളെ അപേക്ഷിച്ച് സിറ്റി സർവീസുകളെ മാത്രമായി പദ്ധതി ചുരുക്കി നടപ്പിലാക്കുന്ന കാര്യം KSRTC സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. പക്ഷേ UDF സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാകും എടുക്കുമെന്ന കാര്യത്തിൽ കോർപ്പറേഷനാകട്ടെ വ്യക്തമായ ഉത്തരമില്ല. പരസ്യവരുമാനം, KSRTCയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിട വാടക എന്നിവയെല്ലാം ഉയർത്താൻ ഇതിനിടെ KSRTC നീക്കങ്ങൾ ആരംഭിച്ചു. സൗജന്യ പദ്ധതിയിലൂടെ ഉണ്ടാകുന്ന നഷ്ടം മറ്റിതര വരുമാന മാർഗങ്ങളിലൂടെ തടയിടാമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിലാണ് KSRTC അധികൃതർ. ജനം, തിരുവനന്തപുരം.